ഇന്നത്തെ വീഡിയോയിൽ ഈ ബേർഡിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രധാന തട്ടകമായിട്ടുള്ള തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇതിൻ്റെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഈ മയിലിനെ നമുക്ക് രാവിലെ ഈ ഒരു കടയുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇവിടെ വന്ന് കപ്പലണ്ടി കഴിച്ചിട്ടാണ് ആള് ബാക്കി പരിപാടികൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ എല്ലാം ഉണ്ട്. അതിന് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട മയിൽ അവിടെ നിന്ന് കപ്പലണ്ടി എല്ലാം കഴിച്ച് നേരെ റെസ്റ്റോറൻറ്റിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഇനി അവിടെ പോയിട്ട് ആൾ ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഡോറുണ്ട്. ഈ ഡോറിൽ നോക്കി ശരിക്കും ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മയിൽ അവിടെ പോയി നിൽക്കുന്നത്. എന്തായാലും ആദ്യമായിട്ടാണ് കണ്ണാടിയെല്ലാം നോക്കി ഒരുങ്ങുന്ന ഒരു മയിലിനെ കാണുന്നത്. അങ്ങനെ മയിലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള മുളങ്കാട്ടിൽ ഒരു മലയണ്ണാൻ ഓടി കിടക്കുന്നുണ്ടായിരുന്നു. ഈ തട്ടേക്കാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മലയണ്ണാനും മാനും മ്ലാവും അങ്ങനെ ഒരുപാട് അനിമൽസിനെല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മൾ ഇന്നിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പും വന്നിട്ടുള്ളൊരു ട്രെക്കിംഗ് തന്നെയാണ്. ഇവിടെ ട്രെക്കിംഗ് എടുക്കാതെ നോർമലായിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം 50 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടിങ്ങും എക്കോ ഷോപ്പെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ മതിലിൽ കാണുന്ന ഈ ഒരു ചിത്രത്തിലുള്ള ബേർഡിലെ ബ്ലാക്ക് ബസാർ എന്നാണ് അതിന് പറയുക. ശരിക്കും ശ്രീലങ്കക്കാരനാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ബസാർ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രെക്കിംഗ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ കാണാനുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതുപോലെ കുറച്ച് അക്വേറിയവും അതുപോലെ തന്നെ ബേർഡ്സിനെയും അനിമൽസിനെയും എല്ലാം സൂക്ഷിക്കാനായിട്ടുള്ള 2-3 കേജും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന കേജുകൾ എന്ന് പറയുന്നത് ഇവിടെ അനിമൽസിൻ്റെയും അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ എല്ലാം റീഹാബിറ്റേഷൻ സെൻറ്റർ എന്ന് തന്നെ പറയാം. കാരണം എന്തെങ്കിലും രീതിയിലുള്ള പരിക്ക് പറ്റുന്ന ബേർഡ്സിനെയും ആനിമൽസിനെയൊക്കെയാണ് ഈ കാണുന്ന കൂടുകളിൽ കൊണ്ടുവന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നോക്കുന്നത്. ഈ കാണുന്ന കൂടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ പല ടൈപ്പ് മൃഗങ്ങളെയോ അല്ലെങ്കിൽ ബേർഡ്സിനെയൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. നമ്മൾ ഈ കാണുന്നത് സുവർണ്ണക്കോഴി എന്ന് പറയുന്ന ഒരു ടൈപ്പ് കോഴിയാണ്. സാധാരണ നമ്മൾ വൈൽഡ് അനിമൽസിനെയും അതുപോലെ തന്നെ കാട്ടിൽ കാണുന്ന ബേർഡ്സിനെയൊക്കെയാണ് കൂടുതലായും ഈ ഒരു കേജിനകത്ത് കാണാറുള്ളത്. പക്ഷേ ഈ കോഴി എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ വളർത്തുന്ന കോഴി തന്നെയാണ്. എന്തായാലും ഈ ഒരു കോഴിയുടെ തൂവലെല്ലാം കാണുമ്പോൾ നമ്മുടെ മക്കാവ് എന്ന് പറയുന്ന ആ ഒരു ബേർഡിനെയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ട ബേർഡ്സ് ഒന്നും അല്ലാതെ ഇതുപോലെ മലമ്പാമ്പും രാജവൻപാലയും കരിമൂർക്കനും അങ്ങനെ ഒരുപാട് വെറൈറ്റി പാമ്പുകളും കരിങ്കുരങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരു കേജിനകത്ത് പലപ്പോഴും കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലൊരു മൂങ്ങയുടെ ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഏർമാടും എല്ലാം ഉള്ളത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വേറൊന്നുമല്ല, ഈ കാണുന്ന അമ്മയും കുഞ്ഞും തന്നെ. ശരിക്കും മനുഷ്യനാണെങ്കിലും കുരങ്ങാണെങ്കിലും അതല്ല എന്ത് ജീവികളാണെങ്കിലും ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ്. അങ്ങനെ കുറച്ചു നേരം നമ്മൾ കുരങ്ങിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു നിന്ന് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും കിഡ്സ് കോർണർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്കും അതുപോലെ ഏറുമാടും എല്ലാം ഉള്ളത്. ഞാൻ ബോട്ടിംഗ് ഉണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അത് ഈ കാണുന്ന ഒരു പുഴയിലൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വരുമ്പോൾ കാണുന്ന തട്ടേക്കാട് പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന ഒരു ഏറുമാടവും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും ഉള്ളത്. വൈകുന്നേരമാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ഈ ഒരു പാർക്കിൽ നല്ല രീതിയിൽ ക്രൗഡ് കാണാൻ പറ്റും. അങ്ങനെ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുള്ള ഈ ഒരു ഏരിയയിൽ നിന്നാണ് ശരിക്കും ബോട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഈ വെഡ്ഡിങ് വർക്ക് വരുന്ന ടൈമിൽ അതിൻ്റെ പോസ്റ്റ് വെഡ്ഡിങ്ങും അതുപോലെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ വരാറുണ്ട്. അതിരാവിലെയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ ലൈറ്റിൽ ഒരുപാട് ഫ്രെയിംസ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കിട്ടും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോൾ പെട്ടെന്ന് കണ്ണിൽ പെട്ടൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. വേറൊന്നുമല്ല, സാധാരണ ഈ വെള്ളത്തിൽ കുരങ്ങ് ഇങ്ങനെ ഇറങ്ങി കുളിക്കുന്ന കാഴ്ചയൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല.
മതിലിന് മുകളിലും അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ മുകളിലെല്ലാം കയറിയിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ചാടിയിട്ടാണ് ഇവർ ഈ കുളിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങൾ ചെല്ലുമ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇതിവിടെ സ്ഥിരം കാണുന്നൊരു കാഴ്ചയൊന്നുമല്ല. ഈ കുരങ്ങ് ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നൊരു കഥയുണ്ട്. നമ്മൾ ഈ നഴ്സറിയിലെല്ലാം പഠിക്കുന്ന ടൈമിൽ കേട്ടിട്ടുള്ള മുതലയുടെയും കുരങ്ങൻ്റെയും കഥ. ഒരുപക്ഷെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവർക്കും ഈ ഒരു കഥ ചിലപ്പോൾ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ കുരങ്ങ് കുളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കലങ്ങിയിട്ടുള്ള വെള്ളമാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ആശാൻ മേളിൽ കയറിയിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നേരെ താഴത്തേക്ക് അതേ വെള്ളത്തിലേക്ക് തന്നെ വീണു. അങ്ങനെ കുരങ്ങുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഗാർഡൻ കാണാൻ പറ്റും. മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് നമ്മൾ ബ്ലാക്ക് ബസാർ ട്രയലിന് പോകുന്ന ഏരിയ. ഇവിടെ നിന്ന് ഈ നേരെ പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയും അതുപോലെ ബട്ടർഫ്ലൈ പാർക്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ മ്യൂസിയമാണ്. അപ്പോൾ അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിയത്തിനകത്തേക്കൊന്നും കയറാൻ നിന്നില്ല. ഈ മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് നക്ഷത്രവനവും അതുപോലെ ഈ കാണുന്ന ബട്ടർഫ്ലൈ പാർക്കും കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ബട്ടർഫ്ലൈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈസിനെയും അതുപോലെ അവരുടെ പ്യൂപ്പയും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അകത്ത് തന്നെ നമുക്ക് നടക്കുന്നതിനായിട്ട് ഇതുപോലുള്ള ഒരുപാട് ചെറിയ വഴികളുണ്ട്. ഈ വഴികളിലൂടെ എല്ലാം നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ചെടികൾ കാണാൻ പറ്റും. ഇതിൽ കൂടുതലും ഈ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടികളായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ചിത്രശലഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ബട്ടർഫ്ലൈ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ ഇവിടെ ചെറിയൊരു പാടശേഖരം കാണാൻ പറ്റും. അതിരാവിലെയോ വൈകിട്ടൊക്കെയാണ് നമ്മളിവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ കൊക്കും പൊന്മാനും നീർക്കാക്കയും അങ്ങനെ ഒരുപാട് വെറൈറ്റി ജലപക്ഷികളെയും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ട്രെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ബസാർ ട്രയൽ എന്നാണ് ഈ ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമിൻ്റെ പേര്. ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ഈ ഒരു ട്രെക്കിംഗ് പോകുമ്പോൾ നമ്മളോടൊപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡ് കൂടി ഉണ്ടാവും. ആ ഒരു ഗൈഡാണ് നമുക്ക് വേണ്ട ആനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാം കാണിച്ചു തരുന്നതും. ഇവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാട്ടിൽ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ ബേർഡ്സിനെ അല്ലെങ്കിൽ എന്തൊക്കെ ആനിമൽസിനെയാണ് കിട്ടുക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരുവിധം എല്ലാ ബേർഡ്സിൻ്റെയും പേരും ഇവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാനും പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ബേർഡില്ലേ, ഇതാണ് ചാരക്കൊക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ബേർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിറകുകൾ തന്നെയാണ്. ഈ ഒരു ചിറകിലുള്ള ആ ഒരു ചാര കളർ കണ്ടില്ലേ, അത് തന്നെയാണ് ഈ ഒരു കൊക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തേക്കടി പോകുമ്പോൾ അവിടെ ബോട്ടിങ്ങിനെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചാരക്കൊക്കുകളെ കാണാൻ പറ്റും. ശരിക്കും ഇത് ഈ ചിറകൊന്ന് വിടർത്തി കഴിഞ്ഞാൽ അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇത് ചിറക് വിരിക്കുന്ന ഒരു കാഴ്ചയൊന്ന് കാണാൻ പറ്റി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഗേറ്റിനകത്ത് നിന്നാണ്. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഫെൻസിങ് മാറ്റിയിട്ട് അതിലൂടെ വേണം നമ്മൾ അകത്തേക്ക് കയറി പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം മാനുകളായിരുന്നു. പക്ഷേ നമ്മൾ നടന്നു വരുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് കാടിനകത്തേക്ക് ഓടിക്കളഞ്ഞു.
ഞാൻ ഇതിനു മുമ്പും പലതവണ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ട്രെക്കിംഗ് എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഈ കാണുന്ന അനിമൽസിനെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ഈ പോകുന്ന കാട്ടിൽ ആനയും കാട്ടുപോത്തും മാനും മ്ലാവും അങ്ങനെ ഒരുപാട് വെറൈറ്റി വന്യമൃഗങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ആനപ്പിണ്ടവും ഇവരുടെ കാൽപ്പാടുകളെല്ലാം കാണാൻ പറ്റുമെങ്കിലും ആദ്യമായിട്ടാണ് തട്ടേക്കാട് മാനുകളെ കാണാൻ പറ്റിയത്. ഈ മാനുകൾ മാത്രമല്ല, ഇതുകൂടാതെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ മ്ലാവുകളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നടക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും അവർ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ഓടിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. നമ്മുടെ ട്രെക്കിങ്ങിലെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന കോമൺ ഹൗക്ക് കുക്കു എന്ന് പറയുന്ന കുയിലാണ്. കുയിൽ തന്നെ പല വെറൈറ്റി ഉണ്ടെങ്കിലും ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കുയിൽ എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാണ്. അങ്ങനെ കുയിലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോഴേക്കും നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മലയണ്ണാനാണ്. നമ്മൾ തട്ടേക്കാട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നതും ഈ കാണുന്ന മലയണ്ണൻ തന്നെയാണ്. ഈ അണ്ണാൻ്റെ വിഭാഗത്തിലെ ഏറ്റവും വലിപ്പം കൂടിയതും അതുപോലെ കാണാൻ ഏറ്റവും ഭംഗിയുള്ളതുമായിട്ടുള്ള അണ്ണാൻ എന്ന് പറയുന്നതും ഈ മലയണ്ണൻ തന്നെയാണ്. സാധാരണ നമ്മൾ ഈ കാട്ടിൽ കാണുന്ന പല വെറൈറ്റി ഫ്രൂട്ട്സും അതുപോലെ ഇലകളും ഒക്കെ തന്നെയാണ് ഈ മലയണ്ണാൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. ഈ മലയണ്ണാൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ വാലുമാണ് ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം എൻ്റെ ശരീരത്തിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു ഭാഗം എന്ന് പറയുന്നതും ഈ കാണുന്ന വാലും അതിൻ്റെ കളറും തന്നെയാണ്. ഈ മലയണ്ണാൻ ഇങ്ങനെ നമ്മൾ കാട്ടിൽ കയറുന്ന സമയത്ത് പലപ്പോഴും സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കാറുണ്ട്. ഇത് ആളുകളുടെ പ്രസൻസ് അറിയുന്ന ടൈമിൽ തൻ്റെ കൂടെയുള്ള ആളുകളെ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നത്. ആളുകളുടെ മാത്രമല്ല, ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിലും ഇവർ ഈ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ മലയണ്ണാൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഇത്രയും നേരം തേടി വന്നൊരു ഐറ്റത്തിനെയാണ്. അതിനെ കാണാനായിട്ട് നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലൊന്നും പോയാൽ പോരാ, ഇതുപോലെ കുറച്ച് കാടിനകത്തേക്ക് കയറേണ്ടി വരും. ഇവിടെ ബേർഡിങ്ങിന് വരുന്ന ആളുകളുടെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നതും നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു ബേർഡ് തന്നെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചിലപ്പോൾ ബ്ലാക്ക് ബസ്സയാണെന്ന് ആരും തെറ്റിയിരിക്കേണ്ട. നമ്മൾ ഈ കാണാൻ പോകുന്ന ബേർഡ് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു ബേർഡാണ്. പേരുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ രൂപം കൊണ്ടും ഇതൊരു വെറൈറ്റി ബേർഡ് തന്നെയാണ്. അങ്ങനെ കാടും മേടും മലയെല്ലാം താണ്ടി നമ്മൾ ഫൈനലി നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആ ഒരു ബേർഡിൻ്റെ അടുത്തെത്തി. എന്താ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബേർഡ്. ശ്രീലങ്കൻ ഫ്രോഗ് മോത്ത് അല്ലെങ്കിൽ സിലോൺ ഫ്രോഗ് മോത്ത് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ മാക്കാച്ചിക്കാട. നമ്മൾ ചെന്നപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ മാക്കാച്ചിക്കാട ഇതുപോലെ അനങ്ങുന്നതാണ്. സാധാരണ വളരെ കാമായിട്ടിരിക്കുന്ന ഈ ഒരു ബേർഡ് നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കി അതിൻ്റെ ഡിസ്റ്റർബൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അനങ്ങുന്നത്. ഇത് ശരിക്കും ഫീമെയിൽ ആയിട്ടുള്ളൊരു ബേർഡാണ്. മെയിലാണെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന ആ ഒരു വൈറ്റ് ഡോട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫീമെയിലിനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പത്തിലും കുറച്ച് വലുതായിരിക്കും മെയിൽ. ഈ മാക്കാച്ചിക്കാട എന്ന് പറയുന്ന ഈ ഒരു ബേർഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിൽ പകൽ സമയങ്ങളിൽ ഇത് കൂടുതലും ഉറങ്ങിയാണ് നമ്മൾ കാണാറുള്ളത്. ശരിക്കും അത് ഉറങ്ങുന്നതല്ല, നമ്മൾ ധ്യാനമല്ല ഇരിക്കുന്നത് പോലെ തന്നെ ഒരു സെമി മെഡിറ്റേഷൻ സ്റ്റേജിലായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ബേർഡിൻ്റെ ചുണ്ടും വായും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും തവളയുടെ വാ പോലെ ഇരിക്കുന്നതുകൊണ്ടിട്ടാണ് ഫ്രോഗ് മൗത്ത് എന്നുള്ളൊരു പേര് ഈ ഒരു ബേർഡിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കണ്ണ് കാണുമ്പോൾ ശരിക്കും മനുഷ്യരുടെ കണ്ണുമായിട്ടൊക്കെ ചെറിയൊരു സാമ്യമെല്ലാം തോന്നും.
കാരണം അത്യാവശ്യം വലിപ്പമുള്ള കണ്ണുകളാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ലൈറ്റ് മാറുന്നതനുസരിച്ച് ഈ കൃഷ്ണമണിയുടെ വലിപ്പം കൂടുന്നതും കുറയുന്നതായെല്ലാം നമുക്ക് കാണാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബേർഡിൻ്റെ ചുണ്ടും വായെല്ലാം ഇരിക്കുന്നത് തവളയുടെ വാ പോലെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു പ്രാണികളെയൊന്നും കൊത്തിയെടുക്കാനായിട്ടുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ഈ പ്രാണികളെല്ലാം ഒരുപാട് കൂട്ടത്തോടെ നിൽക്കുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇവരുടെ വാ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ആ ഒരു പ്രാണികളുടെ കൂട്ടത്തിലേക്ക് ഇടിച്ച് കയറുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ വായിലേക്ക് എത്രത്തോളം പ്രാണികൾ പോകുന്നോ അതാണ് അവരുടെ ആ ടൈമിൽ ഭക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരേതെങ്കിലും മരക്കൊമ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. കാരണം സൈസ് വളരെ കുറവായിട്ടുള്ള ഈ ഒരു ബേർഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കരിയിലിരിക്കുന്ന പോലെ ആയിരിക്കും തോന്നുക. ഒരു തവണ ഈ ഒരു ബേർഡിനെ നമ്മൾ ഏതെങ്കിലും മരച്ചിലയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു ബേർഡിനെ കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബേർഡ് ഇരിക്കുന്ന ആ ഒരു കൊമ്പിൽ നിന്നോ ആ ഒരു മരത്തിൽ നിന്നോ അത്ര പെട്ടെന്നൊന്നും വേറൊരു സ്ഥലത്തേക്ക് പോകില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഹാർഡായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ മാത്രമാണ് ഇവർ ഈ ഒരു മരം വിട്ട് വേറൊരു സ്ഥലം തേടി പോവുക. സാധാരണ ഈ കാട്ടാനയെല്ലാം ഈ ഒരു വഴി പോവുകയാണെങ്കിൽ ഈ ഒരു മരം നല്ല രീതിയിൽ ഉലയാനോ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ ഒടിയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അങ്ങനെ മാക്കാച്ചിക്കാടയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് ട്രെക്കിംഗ് പാത്തിലേക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മുടെ ട്രെക്കിങ്ങിലെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മലയണ്ണാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് മലയണ്ണാനെ നല്ല രീതിയിൽ തന്നെ സൈറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മലയണ്ണാനെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ ഇതുപോലുള്ള കായും എല്ലാം പല സ്ഥലങ്ങളിലും ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. കാവളം എന്നാണ് ഇപ്പോൾ മലയണ്ണാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കായുടെ പേര്. നമ്മൾ ഈ കാണുന്ന കാവളം എന്ന് പറയുന്ന ചെടി അല്ലെങ്കിൽ ഈ ഒരു മരം ഈ ഒരു കാട്ടിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഈ മലയണ്ണാനെ ഒരുപാട് നമുക്ക് കാണാനും പറ്റുന്നത്. നമ്മൾ ഈ ട്രെക്കിങ് പോകുമ്പോൾ അല്ലെങ്കിൽ കാട്ടിൽ കയറുമ്പോൾ ആനിമൽസിനെയും ബേർഡ്സിനെയും മാത്രം കാണുക എന്നുള്ളതല്ല ഉദ്ദേശം. ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള ജീവികളും ഒരുപാട് ചെറിയ പ്രാണികളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ഇവിടെ കാണുന്ന ഈ ആനിമൽസിനേക്കാളും ബേർഡ്സിനേക്കാളും എല്ലാം ഭംഗി എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻസെക്ട്സിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ്. ഈ മാക്രോ ഫോട്ടോഗ്രാഫി എല്ലാം എടുക്കുന്ന ആളുകളുടെ ഫോട്ടോസ് എല്ലാം നമുക്ക് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഈ ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ അതിൻ്റെ എല്ലാം ഭംഗി എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് ചെറിയൊരു മലയുള്ള ഏരിയയിലേക്ക് എത്തി. ഈ ഒരു മലയുടെ മുകളിൽ കയറി നിന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ട്രീസ് എല്ലാം ഏകദേശം നമ്മുടെ ഐ ലെവലിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ മലയെണ്ണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേർഡ്സിനെ കിട്ടിയാൽ പോലും നമുക്ക് ഐ ലെവലിൽ നിന്ന് തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. എന്തായാലും നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു മലയെണ്ണാനും ചെറിയ ചെറിയ ഒരുപാട് ബേർഡ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ട്രെക്കിംഗ് പാത്തിലേക്ക് തന്നെ വന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഈ സൺലൈറ്റ് നമ്മൾ പോകുന്ന വഴിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാട് കാണാനായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കണ്ടൊരു ലേക്കാണ്.
ഇവിടെ ഈ ഒരു ചെറിയ കോടയും ആ ഒരു ലൈറ്റും കൂടി വന്നപ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കണ്ട ഒരു ഐറ്റമാണ്, വേറൊന്നുമല്ല, കോഴിവേഴാമ്പലാണ്. നമ്മുടെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പലും അതുപോലെ പാണ്ടൻ വേഴാമ്പലിനൊന്നും നമുക്ക് ഈ ഒരു കാട്ടിൽ കാണാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു കാടിൻ്റെ കണ്ടീഷൻ അവരുടെ ഹാബിറ്റേറ്റിന് പറ്റുന്നതല്ല. ഇവിടെ കൂട് വെച്ച് താമസിക്കുന്നില്ലെങ്കിലും പലപ്പോഴും ഈ ഒരു വഴിയെല്ലാം മലമുഴക്കി വേഴാമ്പലും അതുപോലെ പാണ്ടൻ വേഴാമ്പലും പറന്നു പോകുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അവരെ ഇവിടെ കാണാനും പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു വഴി കണ്ടപ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആ സൂര്യപ്രകാശം ഇങ്ങനെ ആ ഒരു വഴിയിലേക്ക് വീണ് കിടക്കുന്നതും ശിവദാസേട്ടൻ ആ ഒരു വഴി നടന്നു പോകുന്നതും അതെല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ഗൈഡിനെ പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞു. ശിവദാസ് എന്നാണ് നമ്മുടെ ഗൈഡിൻ്റെ പേര്. കഴിഞ്ഞ തവണ നമ്മൾ ബ്ലാക്ക് ഡെസേർട്ട് ട്രയൽ എടുത്തപ്പോഴും നമ്മളോടൊപ്പം വന്നത് ശിവദാസേട്ടൻ തന്നെയാണ്. അന്ന് നമ്മൾ ഡാമിൽ കുറച്ച് വെള്ളമെല്ലാം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരുപാട് വഴികളിലൂടെ എല്ലാം കയറി പോയിരുന്നു. അന്നത്തെ ആ ഒരു യാത്ര എന്ന് പറയുന്നതും ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. കാരണം ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അന്ന് നമ്മൾ പോയ ടെറൈൻസ് ഏതൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഇത്തവണ പോയപ്പോൾ ഇവിടെയെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വഴിയൊന്നും പോകാനേ പറ്റിയില്ല. അങ്ങനെ നമ്മൾ വഴിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ചെറിയൊരു കാടിനകത്തേക്ക് വീണ്ടും കയറുവാണ്. ഈ കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനു നോക്കിയാണ് നമ്മൾ ഈ പോകുന്നതെന്നുള്ളത്. വേറൊന്നുമല്ല, മാക്കാച്ചിക്കാട് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ മാക്കാച്ചിക്കാടാണ് നമ്മളിതാ ഈ ഭാഗത്ത് കണ്ടത്. സ്ഥിരം ഇവിടെ വരുന്ന നമ്മുടെ ശിവദാസേട്ടന് പോലും അത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു. നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു മാക്കാച്ചിക്കാടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതേ കൊമ്പിൽ ഇതേ സ്ഥലത്ത് തന്നെയാണ് നമുക്ക് മാക്കാച്ചിക്കാടയെ കിട്ടിയത്. ഇത്രയും നാളായിട്ടും ഇതേ മരത്തിൽ ഇതേ കൊമ്പിൽ ഇതിരിക്കുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും നമ്മളെ പറ്റിക്കുന്നതിനായിട്ട് ആരെങ്കിലും ഇതുപോലെ ഒരു ബേർഡിൻ്റെ സ്റ്റാച്ചു ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണോ എന്നുള്ളത് പോലും ഡൗട്ട് തോന്നിപ്പോയി. അങ്ങനെ തോന്നിയപ്പോഴാണ് സംശയം തീർക്കാനെന്നുള്ള രീതിയിൽ മാക്കാച്ചിക്കാട കണ്ണു തുറന്നതും നല്ല രീതിയിൽ അനങ്ങുകയും ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാക്കാച്ചിക്കാടയുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ? അതിൻ്റെ കൃഷ്ണമണി വളരെ പെട്ടെന്ന് തന്നെ വലുതാവുകയും ചെറുതാവുകയും കണ്ണ് തുറക്കുക അടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പകൽ സമയങ്ങളിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോൾ മാത്രമാണ് ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളത്. എന്തായാലും തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നതും ഈ കാണുന്ന മാക്കാച്ചിക്കാട് തന്നെയാണ്. അങ്ങനെ മാക്കാച്ചിക്കാടയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വന്ന എൻട്രൻസിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ എൻട്രൻസിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെറിയ വഴി കാണാൻ പറ്റും. ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ ഗൈഡിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സ്വയം ട്രെക്ക് ചെയ്ത് പോകാവുന്ന ഒരു ഏരിയ ആണ്. രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ ബേർഡ്സിൻ്റെ പ്രസൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണിത്. നമ്മൾ ചെല്ലുന്ന വഴിക്ക് തന്നെ ചുറ്റിനും ഫെൻസിങ് എല്ലാം കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കാട് നമ്മുടെ കുട്ടമ്പുഴയോടും അതുപോലെ മാമലക്കണ്ടത്തിനോടെല്ലാം ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ആനയുടെ പ്രസൻസ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ടൂറിസ്റ്റുകളെ വിടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഫോറസ്റ്റിൽ നിന്നൊരു വാച്ചർ പോയി ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നിരീക്ഷിച്ച് ആനയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ടൂറിസ്റ്റുകളെ ഇതിനകത്തേക്ക് വിടുക. നമുക്ക് ആദ്യം കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കോഴിവേഴാമ്പലാണ്. ഇവിടുത്തെ കാട്ടിൽ കോഴിവേഴാമ്പലുകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആനയെ കാണാനായിട്ട് ചാൻസ് കൂടുതലുള്ളൊരു ഏരിയ ആണ്. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കൈതയെല്ലാം നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ല മുള്ളുള്ള ഈ ഒരു കൈതയുടെ തണ്ട് ആനയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ കുറച്ച് പഴക്കമുള്ള ആനപ്പിണ്ടമെല്ലാം കിടക്കുന്നുണ്ട്. സാധാരണ നൈറ്റാണ് ആന ഇവിടെ കാണാൻ ചാൻസ് ഉള്ളതെങ്കിലും പകല് വാച്ചർമാരെല്ലാം ഇവിടെ വന്ന് നോക്കി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടത്തി വിടും. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഈ കാണുന്ന മരത്തിൽ കുറച്ച് ബേർഡ്സ് എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ മുള്ളുള്ള മരത്തിൽ ഈ വയലറ്റ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലെ പൂവിൻ്റെ ഒപ്പം ബേർഡ്സിനെയോ അല്ലെങ്കിൽ ചെറിയ മലയെണ്ണാനെല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ മുള്ളു നിറഞ്ഞ മരവും കളർഫുൾ ആയിട്ടുള്ള ഈ പൂക്കളും അതിൻ്റെ ഇടയിലൊരു മലയെണ്ണാനും ആ ഒരു ഫ്രെയിം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. നമ്മൾ ഈ കാണുന്ന മരത്തിലെ ഈ ഒരു പൂവുണ്ടല്ലോ, ഈ പൂവിൻ്റെ അടിവശത്തായിട്ട് ചെറിയൊരു കിഴങ്ങ് പോലുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഭാഗമാണ് മലയണ്ണൻ ഇങ്ങനെ തല കീഴായിട്ട് കിടന്ന് കഴിക്കുന്നത്.
ശരിക്കും മുള്ളെല്ലാം നിറഞ്ഞൊരു മരമാണെങ്കിൽ പോലും വളരെ കൂളായിട്ടാണ് മലയണ്ണൻ അതിന് മുകളിലൂടെ എല്ലാം ഓടി കിടക്കുന്നത്. ആ മുള്ളിലൂടെ എല്ലാം നടന്നു വന്ന് ദാ അടുത്ത പൂവെടുത്ത് കഴിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ആള്. ഇതിലെ ഇതളുകളെല്ലാം ഉതിർത്തി കളഞ്ഞ് താഴെയുള്ള കിഴങ്ങ് മാത്രമാണ് ഈ മലയണ്ണൻ കഴിക്കുക. അങ്ങനെ മലയണ്ണാൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോൾ അതേ മരത്തിൽ തന്നെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെല്ലാം കാണുന്ന സാധാരണ അണ്ണാനും ഓടി കിടക്കുന്നുണ്ട്. അങ്ങനെ മലയണ്ണാൻ്റെയും നാടൻ അണ്ണാൻ്റെയും കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രീതിയിലുള്ള ഒരു കാടുള്ള ഒരു ഏരിയ കാണാം. നൈറ്റ് ടൈമിൽ ഇതിന് സൈഡിൽ തന്നെ പുഴ ആയതുകൊണ്ട് തന്നെ ആന വരാനായിട്ട് വളരെ ചാൻസ് ഉള്ളൊരു ഏരിയ കൂടിയാണിത്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന റാക്കറ്റ് ടെയിൽഡ് ഡ്രോങ്കോ എന്ന് പറയുന്ന ഒരു ബേർഡാണ്. നമ്മുടെ മലയാളത്തിൽ ഇരട്ടവാലൻ പക്ഷി എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു ബേർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് സ്വന്തമായിട്ടൊരു സൗണ്ടില്ല. പക്ഷേ കാട്ടിലുള്ള ഏകദേശം 25ഓളം പക്ഷികളുടെ സൗണ്ട് അനുകരിക്കാനുള്ള കഴിവ് ഈ ഒരു ബേർഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കാട്ടിലെ മിമിക്രിക്കാരൻ എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതുപോലെ ചെറിയൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഈ ബിൽഡിങ്ങിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ചെറിയൊരു ലേക്കെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ജലപക്ഷികളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നതും നമ്മൾ കുറച്ചു മുമ്പ് കണ്ട റാക്കറ്റ് ടെയിൽഡ് ഡ്രോങ്കോ എന്ന് പറയുന്ന അതേ ബേർഡ് തന്നെയാണ്. ശരിക്കും ഈ ഒരു കാട്ടിൽ കയറി കഴിഞ്ഞാൽ ബുൾബുളും അതുപോലെ ഈ ഒരു ബേർഡും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാട്ടുകോഴിയാണ്. കാട്ടുകോഴികളിൽ മെയിലിനെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. തലയിലെ ഈ റെഡ് കളറിലെ പൂവും വാലിൻ്റെ നീട്ടവും അതുപോലെ ഈ തൂവലുകളുടെ കളറും എല്ലാം സാധാരണ രീതിയിൽ പൂവൻ കോഴികൾക്കാണ് കാണാറുള്ളത്. അങ്ങനെ കുറച്ചു നേരം കോഴിയുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴേക്കും നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയപ്പോഴേക്കും ആൾ പെട്ടെന്ന് തന്നെ കാടിനകത്തേക്ക് ഓടിക്കളഞ്ഞു. എന്തായാലും സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് കാടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഈ കാണുന്ന കാട്ടിൽ ഏജ് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കാണുന്ന കാടുകളിൽ പോകുന്നതെല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നതിനായിട്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മുടെ സ്വന്തം റിസ്കിൽ തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കുട്ടികളെ ഇതുപോലെ കാടും അതുപോലെ നമ്മുടെ പ്രകൃതിയെല്ലാം അറിയിച്ച് തന്നെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ഈ വൈൽഡ് ലൈഫിനെല്ലാം നോക്കിക്കാണും. നമ്മൾ കാടിനകത്ത് കയറുമ്പോൾ കിട്ടുന്ന കാഴ്ചകളും അറിവുകളും നമുക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത തട്ടേക്കാടിൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ മഴക്കാലത്ത് ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫീല് ഒന്ന് വേറെ തന്നെയാണ്. നല്ല ചെളിയിലും വെള്ളത്തിലും എല്ലാം ചവിട്ടി നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിനകത്തൂടെ എല്ലാം പോയി ചെക്ക് ഡാമും നല്ല കുത്തനെയുള്ള കയറ്റവും എല്ലാം കയറി എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അത് മിസ് ചെയ്യണ്ട. ഇത് കഴിയുമ്പോൾ തന്നെ ആ വീഡിയോ ഒന്ന് പോയി കണ്ടേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തട്ടേക്കാടിലെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.